ചാപ്റ്റർ 3 വാട്ടർ ഓ വാട്ടർ. വാട്ടറിനെ കുറിച്ചിട്ടുള്ള ഒരു പോയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, വാട്ടർ എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിങ്ങാണ് അല്ലേ. ഓൾ ലിവിങ് തിങ്സ്, എല്ലാ ലിവിങ് തിങ്സിനും ജീവിക്കാൻ അത്യാവശ്യം വേണ്ട ഒരു ഘടകമാണ് വാട്ടർ അല്ലേ. ആനിമൽസിനും പ്ലാന്റ്സിനും നമ്മൾ ഹ്യൂമൻ ബീങ്സിനും ഒക്കെ ഒഴിച്ചുകൂടാനാവാത്തൊരു വസ്തുവാണ് വാട്ടർ. അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയുടെ 70% വാട്ടറാണ് അല്ലേ. ഒരുപാട് സീസ്, റിവേഴ്സ്, ഓഷ്യൻസ് ഒക്കെ നമ്മുടെ ഈ വേൾഡിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്രയും സീസും ഓഷ്യൻസും ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഈ എർത്തിനെ ബ്ലൂ പ്ലാനറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോയം വായിച്ച് നോക്കാം. യെസ്, വാട്ടർ റിട്ടൺ ബൈ ശ്രീ പ്രസാദ്, ട്രാൻസ്ലേറ്റഡ് ഫ്രം ദി ഹിന്ദി. ഹിന്ദിയിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളൊരു പോയം കൂടിയാണ് കേട്ടോ ഇത്. എഴുതിയിരിക്കുന്നത് ശ്രീ പ്രസാദ്. ഐ വിൽ വാഷ് മൈ ഫേസ് വിത്ത് വാട്ടർ, സെഡ് മുന്ന ടു ഹിസ് നാനി. ഞാൻ എന്ത് ചെയ്യാറുണ്ട്? ഞാൻ എൻ്റെ ഫേസ് വെള്ളം യൂസ് ചെയ്ത് കഴുകാറുണ്ട്. നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ഐ വിൽ വാഷ് മൈ ഫേസ് വിത്ത് വാട്ടർ, വെള്ളം കൊണ്ട് ഞാൻ എൻ്റെ മുഖം കഴുകും. ഇതാരാ പറയണേ? സെഡ് മുന്ന. മുന്ന എന്ന് പറഞ്ഞൊരു കുട്ടിയാണിത് പറയണേ. ആരോടവൻ പറയണേ? ടു ഹിസ് നാനി. നാനി എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് മദർ. അപ്പം മുന്ന അവൻ്റെ ഗ്രാൻഡ് മദറിനോട് പറയുകയാണ്. എന്താ പറഞ്ഞേ? ഐ വിൽ വാഷ് മൈ ഫേസ് വിത്ത് വാട്ടർ. വി ഓൾ ക്വഞ്ച് അവർ തേഴ്സ്റ്റ് വിത്ത് വാട്ടർ. വി ആർ ഓൾ അലൈവ് ബിക്കോസ് ഓഫ് വാട്ടർ. നമുക്ക് എല്ലാവർക്കും വെള്ളത്തിന് വേണ്ടിയിട്ട് ദാഹമുണ്ട് അല്ലേ. നമുക്ക് വെള്ളം കിട്ടാഞ്ഞാൽ ദാഹിക്കും. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ജീവിച്ചിരിക്കാനുള്ള കാരണവും വാട്ടറാണ്. വാട്ടർ ഹാസ് ബീൻ വിത്ത് അസ് ഫോർ ഏജസ്. കുറേ കാലങ്ങളായിട്ട് വെള്ളം നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഇറ്റ് സ്റ്റോറി ക്യാൻ ഫിൽ സോ മെനി പേജസ്. അപ്പോൾ വാട്ടറിനെ കുറിച്ചിട്ടൊരു സ്റ്റോറി എഴുതുകയാണെങ്കിൽ ഒരുപാട് പേജുകൾ നിറയ്ക്കാൻ പാകത്തിനുള്ള ഒരു സ്റ്റോറിയാണ് നമുക്കറിയാവുന്നത്. സംവേർ ഇറ്റ് ഈസ് ഡ്യൂ. ചില സ്ഥലങ്ങളിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കാണാൻ കഴിയും? ഡ്യൂ ആയിട്ട് കാണാം, മഞ്ഞുതുള്ളി. ദെൻ സംവേർ ഇറ്റ് ഈസ് സ്നോ. ചിലയിടങ്ങളിൽ എങ്ങനെയായിരിക്കാം? സ്നോ ആണ്, മഞ്ഞായിട്ട് കാണാം. സ്റ്റീം ഈസ് ഓൾസോ വാട്ടർ ആസ് യു നോ. പിന്നെയോ വേറൊരു ഫോമും കൂടി ഉണ്ട്, സ്റ്റീം. എന്താ സ്റ്റീം? ആവി, നീരാവി എന്നൊക്കെ പറയില്ലേ, ആവിയായിട്ട് നമുക്ക് ഈ വാട്ടറിനെ കാണാൻ കഴിയും. സ്റ്റീമിന് പറയുന്ന വേറൊരു പേരുണ്ട് കേട്ടോ, വാട്ടർ വേപ്പർ, നീരാവി. അപ്പോൾ ഇത്രയും ഫോംസിൽ മാത്രമാണോ? സ്നോ എന്ന് പറഞ്ഞാൽ മഞ്ഞ്, ഡ്യൂ എന്ന് പറഞ്ഞാൽ മഞ്ഞ് തുള്ളി, ദെൻ സ്റ്റീം എന്ന് പറഞ്ഞാൽ സ്റ്റീം അല്ലെങ്കിൽ വാട്ടർ വേപ്പർ എന്നൊക്കെ പറഞ്ഞാൽ നീരാവി, ആവി വരുന്ന കണ്ടിട്ടില്ലേ, ആ ഒരു ഫോം ഉണ്ടായിരിക്കും വാട്ടറിന്. പിന്നെയോ പിന്നെ ഐസ്. അങ്ങനെ കുറേ ഫോംസ് നമുക്കറിയാം. വാട്ടർ ഹാസ് ഫോംസ് സോ മെനി, ദാറ്റ് ഈസ് വാട്ട് സേസ് മൈ നാനി. അപ്പോൾ എന്താ പറയണേ? വെള്ളത്തിന്, വാട്ടറിന് ഇതുപോലെ ഒരുപാട് ഫോംസ് ഉണ്ട്. നമുക്ക് ഡ്യൂ ആയിട്ട് കാണാം, സ്നോ ആയിട്ട് കാണാം, സ്റ്റീമായിട്ട് കാണാം, ഈവൻ ഐസായിട്ട് പോലും നമുക്ക് കാണാൻ കഴിയും. വാട്ടർ ഹാസ് ഫോംസ് സോ മെനി. വാട്ടറിന് ഒരുപാട് ഫോംസ് ഉണ്ട്. ദാറ്റ് ഈസ് വാട്ട് സേസ് മൈ നാനി. നമ്മുടെ മുന്നയുടെ നാനി പറഞ്ഞു കൊടുക്കുകയാണ്, വാട്ടറിന് ഒരുപാട് ഫോംസ് ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ദ റിവർ ഫ്ലോ, ദ വാട്ടർഫോൾ സിങ് ആൻഡ് വാട്ടർ സ്വെൽസ് ഇൻ ലേക്സ് ആൻഡ് സ്പ്രിങ്സ്. റിവേഴ്സിൽ വാട്ടർ എന്ത് ചെയ്യും? ഫ്ലോ ചെയ്യും, ഒഴുകും. ദെൻ വാട്ടർഫോൾസ് എന്ത് ചെയ്യും? സിങ് ചെയ്യും. വാട്ടർഫോൾസ് വെള്ളച്ചാട്ടം ഇങ്ങനെ പാട്ട് പാടുന്ന പോലെയാണ് അതിൻ്റെ താളം. ലോകത്തിലെ ഏറ്റവും വലിയ വാട്ടർഫോൾസാണ് നയാഗ്ര വാട്ടർഫോൾസ്. കാനഡയിലുള്ള നയാഗ്ര വാട്ടർഫോൾസാണ് ഏറ്റവും വലിയ വാട്ടർഫോൾസ്. നമുക്ക് നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫോൾസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ ഏറ്റവും വലിയ വാട്ടർഫോൾസാണ് നയാഗ്ര. ആൻഡ് വാട്ടർ സ്വെൽസ് ഇൻ ലേക്സ് ആൻഡ് സ്പ്രിങ്സ്. വാട്ടർ എന്ത് ചെയ്യും? ലേക്സിലും സ്പ്രിങ്സിലും ഒക്കെ അങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ലേക്സ് എന്ന് പറഞ്ഞാൽ തടാകങ്ങൾ, സ്പ്രിങ്സ് പറഞ്ഞാൽ നീരുറവകൾ. ലൈഫ് ഓൺ എർത്ത് ഇറ്റ് ഹാസ് ബ്രോട്ട്. ഭൂമിയിൽ ജീവൻ കൊണ്ടുവന്നതാണ് വാട്ടർ. വാട്ടേർഡ് ഫീൽഡ്സ് ആൻഡ് ലൈഫ് ദേ ഗോട്ട്. നമ്മൾ ചെടികൾക്കൊക്കെ ഇങ്ങനെ വെള്ളം നനയ്ക്കുന്നതിലൂടെയാണ് നമുക്കൊരു ജീവിതം കിട്ടണം. നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ അതിൽ നിന്നാണ് ലഭിക്കുന്നത്. ബട്ട് വെൻ ദ വാട്ടർ ബ്രേക്സ് ഇൻ ഫ്ലഡ്സ്. പിന്നെ ഈ വാട്ടർ, ഈ വെള്ളം നമുക്കൊരു മിസ്ഫോർച്യൂൺ കൊണ്ടുവരുന്നുണ്ട്. അതെപ്പോഴാ? വെൻ ദ വാട്ടർ ബ്രേക്സ് ഇൻ ഫ്ലഡ്സ് ഗ്രേറ്റ് മിസ്ഫോർച്യൂൺ ഇറ്റ് ഓൾവൈസ് വർക്ക്.
ലോകത്തെ ഏറ്റവും വലിയ മിസ്ഫോർച്യൂൺ, ഏറ്റവും വലിയ ദുർഭാഗ്യമായിട്ട് പറയണതാണ്. എന്താ, നമുക്കറിയാം 2 വർഷം കഴിഞ്ഞ വർഷം ഉണ്ടായല്ലേ ഫ്ലഡ്, വെള്ളപ്പൊക്കം. ഏറ്റവും വലിയൊരു ദുരന്തമാണ് വെള്ളപ്പൊക്കം. അപ്പോൾ നമുക്ക് ഇത്രയും അത്രയും നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യ ഘടകമായിട്ടുള്ള വാട്ടർ നമ്മുടെ ജീവന് ദോഷം വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഫ്ലഡ്. നമ്മൾ ഈ പോയത്തിൽ വാട്ടറിൻ്റെ ഫോംസിനെ കുറിച്ച് പഠിച്ചു. ഡ്യൂ, സ്നോ, സ്റ്റീം എന്നൊക്കെ അതിൽ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. മെയിനായിട്ടും വാട്ടറിന് 3 ഫോംസാണുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് സോളിഡ്. സോളിഡ് എന്ന് പറഞ്ഞാൽ ഐസ്. നമുക്ക് ഐസ് എങ്ങനെയാണ്? നല്ല ഹാർഡായിരിക്കും അല്ലേ? യെസ്. ദ സെക്കൻഡ് വൺ ഈസ് ലിക്വിഡ്. ലിക്വിഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നോർമൽ വാട്ടർ, നമ്മൾ ഡ്രിങ്ക് ചെയ്യുന്ന വാട്ടറിൻ്റെ ഫോം. ദ ലാസ്റ്റ് വൺ ഈസ് ഗ്യാസ്. ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റീം, ആവി തള്ളുക. വാട്ടർ വേപ്പർ എന്നും അതിന് പറയൂട്ടോ. അങ്ങനെ 3 ഫോംസാണ് മെയിനായിട്ടും വാട്ടറിനുള്ളത്. വി ഓൾസോ ഫൈൻഡ് വാട്ടർ ആസ് റെയിൻ, ഡ്യൂ, സ്നോ ഓർ ഹെയിൽ. ഇപ്പം നമ്മൾ 3 ഫോംസ് പഠിച്ചു. ആ 3 ഫോംസ് അല്ലാതെ നമുക്ക് വാട്ടറിനെ എങ്ങനെയെല്ലാം കാണാൻ കഴിയും? ചില ടൈമിൽ റെയിൻ ആയിട്ട് കാണാം. ദെൻ സം ടൈംസ് ഇറ്റ് ഈസ് ഡ്യൂ. ഡ്യൂ എന്താ? മഞ്ഞുതുള്ളി. ദെൻ സം ടൈം ഇറ്റ് ഈസ് സ്നോ. ചില സമയം എങ്ങനെയായിരിക്കാം? സ്നോ, മഞ്ഞായിട്ട് കാണാം. ഓർ ഹെയിൽ. ഹെയിൽ എന്ന് പറഞ്ഞാൽ ആലിപ്പഴം. അപ്പോൾ ഒരുപാട് ഫോംസിൽ നമുക്ക് ഈ വാട്ടറിനെ കാണാൻ കഴിയും. നമുക്ക് വെള്ളമില്ലാണ്ട് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. നമ്മൾ എന്തൊക്കെ യൂസിന് വേണ്ടിയിട്ട് നമ്മൾ വാട്ടർ യൂസ് ചെയ്യുന്നത്? നമ്മൾ ഡ്രിങ്ക് ചെയ്യും, ബാത്ത് ചെയ്യും, ദെൻ വാഷിംഗ്, കുക്കിംഗ്, ക്ലീനിങ്, അങ്ങനെ ഒരുപാട് ആവശ്യം നമുക്കുണ്ട്. ദെൻ വാട്ടറിങ് പ്ലാന്റ്സ്, ചെടികൾക്ക് നനയ്ക്കാൻ. അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ നമുക്ക് വാട്ടർ കൊണ്ടുണ്ട്. അപ്പോൾ ടെക്സ്റ്റിൽ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് തനിയെ ചെയ്യുക കേട്ടോ. നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസിന് വാട്ടർ യൂസ് ചെയ്യും, അങ്ങനെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏതൊരു ആക്ടിവിറ്റിക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വാട്ടർ യൂസ് ചെയ്യുന്നത്, അങ്ങനെ ഒരു ആക്ടിവിറ്റിയും ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് ചേച്ചി വരുന്നതായിരിക്കും. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.